ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ജിമെയിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരായിരിക്കും. എന്നാൽ നിങ്ങളെ ജിമെയിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് നമുക്ക് സ്പാം ആയിട്ടുള്ള മെയിൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഒരുപാട് ജോബ് വാക്കൻസിയുടെ മെയിൽസ് വരാറുണ്ട്. അങ്ങനെ പ്രൊമോഷൻ ഭാഗമായിട്ടുള്ള മെയിൽസ് വരാറുണ്ട്. സോ ഈ ഒരു മെയിൽസൊക്കെ ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ തന്നെ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെയിൽസുകളായിരിക്കും. അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ മൊബൈലിലെ ഡാറ്റ ഒന്നും ഹാക്ക് ചെയ്യാതെ നമുക്ക് സുരക്ഷിതമായി സേഫ് ചെയ്യാൻ വേണ്ടി ജിമെയിലിലെ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ മാക്സിമം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ചോളൂ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണും നിങ്ങളുടെ ഡാറ്റയും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് 100% സേഫ് ആക്കി വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങളുടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് വരിക, നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ് ആപ്ലിക്കേഷനിലോട്ട് വരിക. അവിടെ നിങ്ങൾക്ക് ആപ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഡിഫോൾട്ട് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് താഴത്ത് ഓപ്പണിംഗ് ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ആപ്സ് എന്ന് പറയുന്ന ഇത് എനേബിൾ ആയിരിക്കും എല്ലാവരുടെ മൊബൈലിലും. ദെൻ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തോളൂ. കാരണം ഇത് ഓഫ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഗൂഗിളിൽ വരുന്ന ലിങ്ക്സ്, അതായത് ഈ ജിമെയിലിൽ വരുന്ന ലിങ്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിമെയിൽ ആപ്ലിക്കേഷൻ വഴി തന്നെയായിരിക്കും അത് റീഡയറക്റ്റ് ആവുന്നത്. ഡയറക്റ്റ് ക്രോം ബ്രൗസറിലോട്ടൊന്നും റീഡയറക്റ്റ് ആയില്ല. അപ്പം അതുവഴി, കാരണം ക്രോം ബ്രൗസറിലോട്ട് നിങ്ങൾ റീഡയറക്റ്റ് ആവുന്ന സമയത്ത് ക്രോം ബ്രൗസറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സേഫ്റ്റി വരുന്ന ഒരു ബ്രൗസറാണ്. പക്ഷേ ജിമെയിലിൽ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഡാറ്റയും ഒക്കെ ഹാക്ക് ചെയ്ത് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഒരു മെയിൽ, നിങ്ങൾക്ക് ഒരുപാട് മെയിൽസ് ഉണ്ടെങ്കിൽ ആ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി നിങ്ങളിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് 3 ലൈന് നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് താഴത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കാണുന്ന ജനറൽ സെറ്റിങ്സ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ജനറൽ സെറ്റിങ്സ് പറഞ്ഞാൽ എല്ലാ ഇമെയിലും ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ചെയ്തു വെക്കലോട് കൂടി വരുന്നതായിരിക്കും, റെഡി ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്ത് ഓപ്പൺ വെബ് ലിങ്ക്സ് ഇൻ ജിമെയിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് ഓണായിട്ടായിരിക്കും കിടക്കുന്നത്. അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തോളൂ. കാരണം നമ്മുടെ എന്തെങ്കിലും വെബിൻ്റെ ലിങ്ക്സുകൾ ജിമെയിൽ വഴി തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷന് നമ്മളുടെ എനേബിളായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ലിങ്ക്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിമെയിൽ വഴി അത് ഓപ്പണായി വരും. ഡയറക്റ്റ് ക്രോം ബ്രൗസറിലോട്ട് പോകില്ല. ആ സമയത്ത് സേഫ് അല്ലാത്ത ഒരു ജിമെയിൽ വഴി പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ ഡാറ്റ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ തുടർന്നും ഇതുപോലെ ഇൻട്രസ്റ്റീവ് ആവുന്ന, ഉപകാരപ്പെടുന്ന, നിങ്ങൾക്ക് അറിവ് നേടാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും നല്ല വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.